വണ്ടിപ്പെരിയാറിൽ വയോധികയുടെ വായിൽ തുണി തിരികെ കയറ്റി സ്വർണവും പണവും അപഹരിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിൽ താമസിക്കുന്ന പാൽത്തങ്കത്തിന്റെ വീട്ടിലാണ് അതിക്രമം നടന്നത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെളുപ്പിനെയായിരുന്നു സംഭവം നടന്നത്. സംഭവത്തെക്കുറിച്ച് പാൽത്തങ്കം പറയുന്നതിങ്ങനെ: ഭർത്താവ് മരിച്ചതിനു ശേഷം താൻ തനിച്ചായിരുന്നു കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത്. മക്കൾ 3 പേരും വെവ്വേറെയാണ് താമസം. ഇത് മനസ്സിലാക്കിയ ആരൊക്കെയോ വീടിന് പരിസരത്ത് എത്തുകയും അടുക്കള വശത്തെ കതക് തകർത്ത് അകത്ത് പ്രവേശിക്കുകയുമായിരുന്നു. തുടർന്ന് തന്റെ മുഖത്ത് തുണിയിട്ട് മൂടുകയും ഒച്ച വെക്കാതിരിക്കാൻ വായിൽ തുണി തിരികെ കയറ്റുകയും ചെയ്തതായി പാൽത്തങ്കം പറയുന്നു. അക്രമി സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തന്റെ കഴുത്തിൽ വയ്ക്കുകയും മാലയും കമ്മലും ഊരി വാങ്ങിക്കുകയും തലയണയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപ അപഹരിക്കുകയും ചെയ്തതായി പാൽത്തങ്കം പറഞ്ഞു. രണ്ടുപേരും വീട്ടുകൾക്ക് വന്നിരിക്കും. 2 പയ്യങ്ക கால் மாட்டில் ஒருத்தன் கை மாட்டில் ஒருத்தன் நான் தலை மாட்டிலேயுமா 2 பேரும் நின்னாங்க. நிற்கும்போது எனக்கு எதுவுமே சொல்ல முடியாது. நான் வெம்பரப்பாக பறந்துட்டேன். ஒருத்தன் காலை பிடிச்சான், ஒருத்தன் கையை பிடிச்சி இந்த தலையை பிடிச்சிக்கிட்டான். அப்படியே கட்டில் விட்டு எந்திரிக்க முடியாமல் பிடிச்சி அமுக்கி மாலையும் கம்மலையும் கலட்டியிருக்கான். பேசினேன்னா ஒன்று பிச்சாச்சி எடுத்து கொஞ்சம் அங்கே சங்கில் குத்துவேன். நீ வா திறக்கக்கூடாது. வாய்க்குள்ளுக்கு துணி குத்தி ஏற்றிருக்கு. கண்ணை கெட்டியாச்சு. சொரந்தான் எனக்கு இந்த சொல்லுத சொரந்தான் பிடிபட்டிருக்கு. அந்த சொரம் எனக்கு நல்லா பிடிபட்டிருக்கு. நின்று கலத்திருக்கு. மாலை அக்கா இருக்க எல்லாம் இல்லை. மாலை அப்படியே கொளுத்து கலத்தி எடுத்திருக்கு. കമ്മലിയും കളത്തി தான் എടുത്തിருக்கு. സംഭവത്തിന് ശേഷം അക്രമി സംഘം വീടിന് പുറകുവശത്തൂടെയാണ് രക്ഷപ്പെട്ടത്. പിന്നീട് പാൽത്തങ്കം തൊട്ടടുത്ത് താമസിക്കുന്ന മകന്റെ അടുത്തെത്തുകയും നാട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു. ഇവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായിട്ടില്ല. കമ്മൽ ഊരിയെടുത്ത സമയത്ത് ചെവിയിൽ നേരിയ തോതിൽ മുറിവുണ്ടായതോടെ ഇവർ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.